നിങ്ങൾ കണ്ടിട്ടുള്ളത് 5 രൂപയുടെ കോയിനായിരിക്കും ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്നത് 1000 രൂപയുടെ കോയിനാണ്. അത് കണ്ടില്ലേ? ഈ 1000 രൂപയുടെ കോയിൻ മാത്രമല്ല കേട്ടോ. ഈ കട പേരൊന്ന് പറഞ്ഞു കൊടുത്തോ. എൻ്റെ പേര് ഹനീഫ. മതിലകത്താണ് വീട്. മോന് ഷെഹസാൻ. പേരക്കടാവാണ് അല്ലേ? മോൻ്റെതോ മോളെ? ഇദ്ദേഹത്തിന്റെ കയ്യിൽ 1.5 കോടി രൂപയുടെ കോയിനുണ്ട്. മൂല്യമുള്ള കോയിനുണ്ട്. ഇത് കണ്ട ആരും തട്ടിയെടുക്കാൻ വരണ്ട കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇത് 1000 രൂപയുടെ ഇന്ത്യയുടെ കോയിനാണ് കേട്ടോ. ഇതിന് കമ്മമറേറ്റീവ് കോയിൻ എന്നാ പറയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങളോ അങ്ങനെ ലാൻഡ്മാർക്ക് ഈവെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കുന്ന കോയിൻസ് ആണ്. ഓരോ രാജ്യങ്ങളും അങ്ങനെ ഇറക്കാറുണ്ട്. ഇതിന് 1000 രൂപയുടെ കോയിനാണെങ്കിലും ഇതിന്റെ ആക്ച്വൽ വില എത്ര വരും? 12,000 രൂപ വരും. കാരണം ഇത് കട്ടി സിൽവറിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതാ 900-ന്റെ കോയിൻ ഉണ്ട്. ഇവിടെ 800-ന്റെ കോയിൻ ഉണ്ട്. ഇതിനെല്ലാം 10,000 മുതൽ 15,000 വരെ വാല്യൂ ഉണ്ട്. ഒമാന്റെ കോയിനാണ് ഈ കാണുന്നത്. ദെൻ ഇത് ഇന്ത്യയുടെ കോയിൻ തന്നെ 500-ന്റേത്, ഇത് 175-ന്റേത്, ഇത് 525-ന്റേത്, ഇത് അമേരിക്ക 1971-ലേതാണ്. ദെൻ 100-ന്റേത്. അങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ബഞ്ച് ഓഫ് കമ്മമറേറ്റീവ് കോയിൻസ് ഉണ്ട്. ഇത് UK-യുടെ എലിസബത്ത് രാജ്ഞിയുടെ ഒക്കെ സ്ഥാനാരോഹണവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോയിനുകളാണ്. എത്ര വയസ്സായി ഇപ്പൊ ചോദിക്കാൻ? 70 വയസ്സോളായി. അപ്പൊ എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്? 5ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോ. 5ാം ക്ലാസ് പഠിക്കുമ്പോ. എത്ര രാജ്യങ്ങളുടെ കോയിൻസ് ഉണ്ട് ഇതില്? 150-ൽ പരമുണ്ട്. ഈ ഇന്ത്യയുടെ പിന്നെ തപ്പിപ്പിടിച്ച്, കാരണം ഇവർക്ക് കോയിൻ കളക്ടേഴ്സിന് ഒരു ഇതുണ്ട് അത്രേ. ഏത് കമ്മമറേറ്റീവ് കോയിൻ ഇറക്കി കഴിഞ്ഞാലും ഗവൺമെന്റ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അല്ലെ? കാശ് കൊടുക്കണോ നിങ്ങൾ അതിന്? ഇല്ല, നമ്മളെ ക്ലബുകളിൽ വരും. ക്ലബുകള് നമ്മളെ ഗ്രൂപ്പിൽ വരും. ഗ്രൂപ്പിൽ നിന്ന് നമുക്ക്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു സംശയം എന്ന് വെച്ചാൽ മൊബൈലും കാശുണ്ടാക്കലും ഇതൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് പ്രാന്താണെന്ന് പറയില്ലേ? അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പ്രാന്തുണ്ടോന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കാറ്? ഒരു പ്രാന്തിപ്പെട്ടാണ്. മോനിഷ്ടാണ് ഇതൊക്കെ? എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ നല്ല ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നാലെ കിടക്കണം അല്ലെ? ഇതിലാ താല്പര്യമുള്ള ഇതല്ലാതെ മൊബൈൽ ഫോണ്, ഞാൻ പറഞ്ഞില്ലേ, മൊബൈൽ ഫോണ് സെൽഫോണാണ് നമ്മൾക്ക് ഇപ്പോഴത്തെ കാലത്ത് വേണ്ടത്. വൈഫൊക്കെ എന്ത് പറയുന്നു? വൈഫിന് ഞാൻ പുറത്തേക്ക് പോയാൽ ബുദ്ധിമുട്ടും. ഒരേ ക്ലബിന്റെ ഒരേ പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ പോയാ ഇവിടെയുള്ള പൈസ മുഴുവൻ തീരും. അതില് ഓ, ക്ലബിന്റെ പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ 10-15,000 രൂപ കൊടുത്തു കയറ്റി സാധനം വാങ്ങും. ഫ്രീ കിട്ടൂല. ഇല്ലില്ല. 150 രാജ്യങ്ങളുടെ കോയിൻസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ഇതാ ഇവിടെ ഇത് എത്രയോ രാജ്യങ്ങളുടെ കോയിൻസ് ആണ് കേട്ടോ. അതുപോലെ ഇവിടെ ഇതിന്റെ ഉള്ളില് കോയിൻസിന്റെ ബഹളം. കോയിൻസ് ആണ്, കംപ്ലീറ്റ് കോയിൻസ് ആണ്. ഇതാ ഇത് മെറ്റൽ തൂക്കത്തിന് വിറ്റാൽ തന്നെ ഒരു 10 ലക്ഷം രൂപ കിട്ടും. കറൻസിയാണ് ഒരു 100 രാജ്യത്തെ കറൻസിയാണ്. നമ്മുടെ കറൻസി മുതല് UAE, റിപ്പബ്ലിക് ഓഫ് ഫിലിപ്പിനാസ്, സെൻട്രൽ ബാങ്ക് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, വിയറ്റ്നാം. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് 1.5 കോടി രൂപ ഇക്കാക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊടുത്താൽ മതി. പക്ഷെ ഇക്ക കൊടുക്കില്ല. ഇല്ല, ഞാൻ കൊടുക്കൂല. അതാണ് കൊടുക്കാത്തത്. എന്റെ മരണം വരെ ഞാൻ ഒരു മ്യൂസിയം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം. രാജ്യത്തിനെയും ഒരു ദേശത്തിൻ്റെ അവിടുത്തെ സാംസ്കാരികവും അന്നത്തെ ഇതുകളൊക്കെ പഠിക്കണമെങ്കിൽ ഈ നാണയങ്ങൾ മതി. നാണയങ്ങളുടെ ചരിത്രങ്ങൾ അറിഞ്ഞാൽ മതി. നമ്മളുടെ കേരളത്തിലെ നാണയങ്ങളുണ്ട് കടയിൽ. പണ്ടത്തെ ഒറ്റക്കാലാണ്. ഇത് തിരുവിതാംകൂറിന്റെ 1 കാശ് 4 കാശ് അങ്ങനെയുള്ള സംഗതികൾ അല്ലേ? 1927. പിന്നെ ഇതൊക്കെ തിരുവിതാംകൂർ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സംഗതികൾ അല്ലേ? ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇത് ഇവിടെ ഉണ്ട്. തിരുവിതാംകൂർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓട്ടമുക്കാൽ. യെസ്, ഇതാണ് ഓട്ടമുക്കാൽ. ഇതാണ് അക്ബറിന്റെ കാലത്തെ നാണയം. ഇതിന് ഭയങ്കര കാശുണ്ടാവുമല്ലോ. ഞാൻ പതുക്കെ അടിച്ചിട്ടുണ്ടായാലും ഇതൊക്കെ ഇത് കല്ല് നാണയം, പഴയ ഷേപ്പില്ലാത്ത നാണയങ്ങൾ പോലെ ആദ്യകാല നാണയങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലത്തെ നാണയങ്ങളാണ് ഇത്. പണ്ടത്തെ 1 അണ 2 അണ അങ്ങനെയുള്ള സംഗതികളാണ്. എന്ന് വെച്ചാൽ കറൻസിയുടെ പഴയ രൂപത്തിൽ നിന്ന് പുതിയ രൂപത്തിലോട്ട് വന്ന കറൻസിയുടെ പലവിധ രൂപങ്ങളാണ് ഒക്കെ കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ കോയിൻസിനോട് താല്പര്യം തോന്നാൻ കാരണം? അപ്പൊക്കെ കടയുണ്ടായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെ എണ്ണുമ്പോ അങ്ങനെ ഒരു ഇഷ്ടം വന്നു. എന്താണ് ചെയ്തിരുന്നത് അപ്പൊ ജോലി? ഞാൻ ഡ്രൈവർ. അപ്പൊ ആ യാത്രയിലും ഇതുപോലെ കോയിനുകൾ. ഇത് സ്വർണ്ണമാണോ? ഇത് അല്ലല്ല,
ഇത് ഗാന്ധിജി അല്ലേ ഇത്? ഗാന്ധിജിയുടെ emblem. ഗാന്ധിജിയുടെ എംബ്ലം. അപ്പോൾ കളക്ഷൻ ഇത് മാത്രമല്ല കേട്ടോ, അവിടെ ടെലിഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ പാത്രങ്ങൾ അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഞാൻ മെയിൻലി ഇതാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. എന്നോട് ലെനിൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മതിലകത്തുള്ള പുള്ളിയാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരാളുടെ കയ്യിൽ 2 കോടിയുടെ നാണയങ്ങൾ ഉണ്ടെന്നുള്ളത്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷത്തിന്റെ നാണയങ്ങൾ ഈ കോയിൻസ് എനിക്ക് തരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കുഴപ്പമില്ല. ഇതൊക്കെ മോനക്ക് കിട്ടുമല്ലോ അല്ലേ ഇപ്പൊ? ഇവര് ഇത് ചെയ്യാന്ന് ഇവർക്ക് നോക്കാല്ല. പറഞ്ഞില്ലേ ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അത് വേറെ നമ്മൾ മുമ്പ് ശിലായുധങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന, ഇതുപോലെ നാണയങ്ങൾ കളക്ട് ചെയ്യുന്ന അലിക്കാനും കണ്ടിരുന്നു. പുള്ളിയുടെയും ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു മ്യൂസിയം ഉണ്ടാക്കുകയോ അങ്ങനെ പോയി കാര്യങ്ങൾ ചെയ്യുകയോ ഉള്ളതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ആദരിക്കുന്ന, അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പള്ളി ആദരിച്ചാണ് ഞാൻ ചോദിച്ചത്. അതല്ല, ഗവൺമെന്റ് ഔദ്യോഗികമായി അതില്ല അല്ലെ. നമ്മ ഈ എക്സിബിഷന് പോകുമ്പോ പല എക്സിബിഷൻ ഞാൻ പോക്കുണ്ട്. ആ എക്സിബിഷന് പോകുമ്പോ ചില ആൾക്കാർ ഇത് കാണാൻ വരും. അവര് വരുമ്പോ വന്നിട്ട് എന്നൊരു കെട്ടിപ്പിടുത്തും തൊഴുതലും കണ്ടു കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ സാധിച്ചു, അതെന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റൂ. ഇത് വളരെ ചെറിയ ഒരു ഖുർആനാണ്. ദെൻ അതിനേക്കാൾ ചെറിയ മറ്റൊരു ഖുർആനുണ്ട് ഇതിൽ. ദെൻ പിടിക്കാൻ തന്നെ പേടിയാവുന്നു എനിക്ക്. ദെൻ ദർ ഈസ് ഹോളി ബൈബിൾ. ഓക്കെ, അപ്പോൾ മനുഷ്യന്മാർക്ക് പല വിധത്തിലുള്ള താല്പര്യങ്ങളാണല്ലോ, അതുപോലെ കൗതുകമുള്ളൊരു താല്പര്യം. കോടി വിലയുള്ള കൗതുകങ്ങളിൽ നിന്നാണ് മാതൃഭൂമിയോ മറ്റോ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ലേഖനം എഴുതിയിട്ടുള്ളത്. നിങ്ങളും പറയുക നിങ്ങൾക്കിത് കൗതുകമായോ ഇല്ലയോ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ കോയിൻസ് എല്ലാം കാണാനായിട്ട്, ഇതൊക്കെ നല്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കണ്ണുകളിൽ പോകുന്ന തരത്തിലുള്ള കോയിൻസാണ്. ഇതൊക്കെ കാണാനായിട്ട് നിങ്ങൾ ഹനീഫ് കാർഡ് അടുത്ത് വരിക. മതിലകത്താണ് വീട്. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, പുള്ളിനെ വിളിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.